ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ അന്നത്തെ ഇങ്ങനെ ബൈറ്റുകളൊക്കെ വിൻസി കൊടുത്തത് കാണായിരുന്നു. അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്റെ അപ്പച്ചന് മമ്മൂക്കെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മമ്മൂക്ക പറഞ്ഞതുപോലെ WINC എന്നാക്കുകയും ചെയ്തു വിൻസി പേര്. ആക്ച്വലി ഒരു തിരുത്തുണ്ട്. ആണോ? അത് മമ്മൂക്കയല്ല, വേറെ ആരോ ആയിരുന്നു. എക്സ്ക്ലൂസീവ് അത് വേറെ ആരുമായിരുന്നു. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. അതെ, അത് മമ്മൂക്കയല്ല, മറ്റാരോ ആയിരുന്നു. പക്ഷെ അത് ആരാണെങ്കിലും ഞാൻ ചോദിച്ചു അത് മമ്മൂക്കന്റെ നമ്പറാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരാൾ തന്നതാ. ഞാൻ മെസ്സേജ് അയച്ചപ്പോ ഹായ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞപ്പോ ഹായ് മമ്മൂക്ക തന്നെയല്ലേ അത് വിൻസി അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ട്രൂ കോളറിൽ നോക്കിയപ്പോഴും മമ്മൂക്ക, പേര് മമ്മൂക്ക. അപ്പൊ അവിടെ കിടക്കട്ടെ, അപ്പൊ മമ്മൂക്ക അപ്പൊ തന്നെ ഞാനിട്ട് അടിച്ചിറക്കിയില്ല എന്റെ പേര് മാറ്റി. പക്ഷെ അല്ല, അത് ഫസ്റ്റ് വന്നത് മനോരമയിലായിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് വന്നത് വിൻസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഈ അവാർഡ് കിട്ടിയ സമയത്ത്. അപ്പോഴേ എനിക്ക് അതിനു മുന്നേയും എനിക്ക് ഈ ഒരു പേരിന്റെ ഇങ്ങനെ ഒരു അർത്ഥമായി കാണണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മമ്മൂക്കയും കൂടി ആയപ്പോ പിന്നെയാണ് കുറെ കാലത്തിന് ശേഷം ഫിലിം ഫെയർ അവാർഡിന്റെ വേദിയിൽ വെച്ചിട്ട് മമ്മൂക്ക, ഞാൻ മൈക്കിൽ പറഞ്ഞു മമ്മൂക്ക കാരണമാണ് എന്റെ പേര് ഞാൻ മാറ്റി. ഞാനോ? എന്റെ പേര് വേണമെങ്കിൽ ജോർജ് ചേട്ടനോട് ചോദിച്ചാൽ അല്ല, പേരല്ല, നമ്പർ വേണമെങ്കിൽ ജോർജ് ചേട്ടനോട് ചോദിച്ചാൽ മതി. അപ്പൊ മമ്മൂക്കല്ല എനിക്ക് അല്ല. ഓക്കെ ശരി എന്നാ. അതെ അതെ, ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മമ്മൂക്കല്ല. പക്ഷെ അതാരാണെങ്കിലും താങ്ക് യു. വിളിച്ചാൽ കിട്ടത്തില്ല, അത് അങ്ങനത്തെ ഒരു നമ്പറാ. പ്രൈവറ്റ് നമ്പർ എന്നൊക്കെ പറയണ പോലത്തെ. അല്ല, വിളിച്ചാൽ കണക്ട് ആവത്തില്ല. മനസ്സിലായി.